So hi all, it's me Muhammad Najib Nazar again. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 28ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തിനിൽക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഇക്വിറ്റി നമ്മുടെ സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ഡെറിവേറ്റീവ്സിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മുടെ സീരീസിൻ്റെ എപ്പിസോഡ്സ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരു വലിയ സോറി പറയുകയാണ്. വേറൊന്നും കൊണ്ടല്ല, സത്യത്തിൽ നമ്മൾ ഇക്വിറ്റിയിൽ നിന്ന് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലോട്ട് കടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരേണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരണമായിരുന്നു. അതിനുശേഷമായിരുന്നു ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നുള്ളത്. കുഴപ്പമില്ല, കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ 2-3 പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്നോടൊക്കെ ബ്രോ പറഞ്ഞ കണക്ക് നമ്മൾ നോക്കി, അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആയാലും ഇതൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മളെല്ലാവരും അപ്സ്റ്റോക്സ് ആയാലും സെറോദ ആയാലും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ടൈമിൽ നമ്മൾ ഇൻബിൽഡായിട്ട് അതിനകത്ത് ഇക്വിറ്റീസ് മാത്രമായിരിക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇനി ഭാവിയിൽ കമ്മോഡിറ്റി ട്രേഡിങ്ങോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി കൊടുക്കണം ആദ്യം. അപ്പോൾ അത് അപ്സ്റ്റോക്സിലാണെങ്കിൽ എങ്ങനെ ആക്റ്റീവ് ആക്കാം, അത് സെറോദയിലാണെങ്കിൽ എങ്ങനെ ആക്റ്റീവ് ആക്കാം, അത് രണ്ടും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ഓർഡറായിട്ട് കണ്ട് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി ഇക്വിറ്റി സെഗ്മെൻറ്റ് എല്ലാം കവർ ചെയ്തതിന് ശേഷം മാത്രം ഫ്യൂച്ചേഴ്സിലോട്ട് കടന്നു വരിക. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഇത് എങ്ങനെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ഡിമാറ്റ് അക്കൗണ്ടേ ഓപ്പൺ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ വേണോ നമുക്ക് അപ്പം നോക്കാം. കാര്യം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൽ ഞാൻ എങ്ങനെയാണോ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് അത് അപ്സ്റ്റോക്സിൻ്റെ ആയാലും സെറോദയുടെ ആയാലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അപ്സ്റ്റോക്സിൽ ഓപ്പൺ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ഒരു ലേഔട്ടിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം മാത്രമേ ഉള്ളൂ സെറോദയിൽ. അല്ലാതെ ഭീകര കാര്യങ്ങളൊന്നുമില്ല. ഓപ്പൺ ചെയ്യാനൊക്കെ സെയിം നമ്മുടെ ഈ പാൻ കാർഡും ആധാർ കാർഡും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. പ്രൊസീജിയറും എല്ലാം സെയിം തന്നെ. സോ രണ്ടിലും തുടങ്ങാനുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി സെറോദ തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സ്പെസിഫിക് ആയിട്ട് അതിന് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു ലൈവ് ഡെമോ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ അതിനുവേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലായിട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹൗ ടു ആക്ടിവേറ്റ് F&O സെഗ്മെൻറ്റ് ഇൻ ബോത്ത് സെറോദ ആൻഡ് അപ്സ്റ്റോക്സ്. രണ്ടിലും എങ്ങനെ തുടങ്ങാം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻടു ദ ടോപ്പിക്. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുന്നേ നമ്മൾ നേരെ പോയി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അങ്ങോട്ട് ചെന്ന് നമ്മളൊരു ഓപ്ഷൻസിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു, F&O ആക്ടിവേറ്റഡ് എന്ന് ചുമ്മാ അങ്ങ് നമ്മൾ ടോഗിൾ ചെയ്ത് കൊടുത്താൽ പോരാ. അതിന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ഇൻകം പ്രൂഫ് കൊടുക്കണം. കാര്യം ഇക്വിറ്റി സെഗ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ ഭീകരമായുള്ള വിഷയങ്ങളും കാര്യങ്ങളും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തോട്ട് ലാഭം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ നമ്മൾ പ്ലേ ചെയ്യാനായിട്ട് നമ്മളെ ഇൻകം പ്രൂഫ്, ഈ ഇൻകം പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോടികളുള്ള ഇൻകം പ്രൂഫോ അല്ലെങ്കിൽ ലക്ഷങ്ങളുള്ളതോ അതൊന്നും അല്ല കൊടുക്കാൻ പറയുന്നത്. നമ്മളിൽ എത്ര വസ്തു ഉണ്ടെന്നോ അതൊന്നും അല്ല കൊടുക്കാൻ പറയുന്നത്. നമ്മുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അതുപോലെ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സാലറി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ലേറ്റസ്റ്റ് 3 മാസത്തെ ഒരു സാലറി സ്ലിപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഒരു കഴിഞ്ഞ വർഷത്തെ ITRോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതെങ്ങനെ കൊടുക്കാം, എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്നുള്ളത് ഞാനൊരു സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട്, എനി വൺ ഓഫ് ദ ബിലോ ഡോക്യുമെൻറ്റ്സ് വിൽ സഫൈസ് ആസ് ഇൻകം പ്രൂഫ്. ഈ താഴെ പറയുന്ന 3 അല്ല കേട്ടോ, ഇപ്പം 3-ൽ കൂടുതൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ യൂഷ്വലി എല്ലാവർക്കും മനസ്സിലാവുന്ന കുറച്ച് കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് 3 മാത്രം എടുത്തു വെച്ചേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇത് 3 എന്തായാലും കാണുമല്ലോ. അതുകൊണ്ട് ഒന്നെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ലാസ്റ്റ് 6 months വിത്ത് ആൻ ആവറേജ് ബാലൻസ് ഓഫ് മോർ ദാൻ 10,000. അത് വേറെ ഒന്നുമില്ല, നിങ്ങളൊരു 6 മാസത്തെ ഇത് നമ്മൾ എന്തായാലും ഷെയർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 10,000 കൂടുതൽ ട്രാൻസാക്ഷനൊക്കെ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ നിത്യജീവിത ചെലവിൽ എന്തായാലും കാണും. അപ്പം അത്തരത്തിൽ ട്രാൻസാക്ഷനുള്ള ഒരു 6 മന്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് മന്ത്ലി ഇൻകം ഒരു 3 മാസത്തെ സാലറി സ്ലിപ്പ് എടുത്തു വെച്ചോ. 15,000 ആയിരിക്കണമെന്നേ ഉള്ളൂ നമ്മുടെ സാലറി, അത്രയേ ഉള്ളൂ. അതും ഗ്രോസ് ആണ്, നെറ്റ് പോലും അല്ല, ഗ്രോസ് ആയിട്ട് നിങ്ങളെ TND എല്ലാം കൂടെ കൂട്ടിയുള്ള സംഭവങ്ങളാണ് ഈ പറയുന്നത്. PF കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയാലും 15,000 ഉള്ളൊരു സാലറി സ്ലിപ്പ് മതി. അതും അല്ലെങ്കിൽ
നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ITRൻ്റെ ഫയൽ ചെയ്യുന്ന ആ ഒരു ഡോക്യുമെൻ്റ് ആയാലും മതി. ഈ മൂന്നിൽ ഏതുണ്ടെങ്കിലും നമുക്ക് ഈ F&O ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ ഞാൻ ഇനി എടുത്ത് പറയില്ല. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. നമ്മളിപ്പം ബാങ്കിൻ്റെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സാലറി ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ITR ഏതിലാണെങ്കിലും സർട്ടൺ അതോറിറ്റി ആരാണോ അവരുടെ ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് അതിനകത്ത് ആ ഒരു ഡോക്യുമെൻ്റ് കണ്ടിരിക്കണം. അതായത് proof must contain the logo or seal of the concerned authority. Once the request is submitted, the F&O segment will be activated in 48 hours. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ SBI ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിങ്ങിൽ ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ SBI അതിൻ്റെ ഡീറ്റെയിൽ ഏതാണ് ബാങ്ക് കാര്യങ്ങളെന്നൊക്കെ കാണണം. അത്രയേ ഉള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. അത് നമുക്ക് എന്തായാലും വരും. രണ്ടാമത് അതേണ്ട, അത് PDF ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ 5 MB താഴ്ന്ന സൈസ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. എന്തായാലും 5 MB 1 MB പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറയുന്ന കാര്യമാണ് മെയിൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അവൈലബിൾ ഫോർ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. ഒന്നീ എന്നെ പോലെയുള്ള നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യൻ ആയിരിക്കണം. ആൻഡ് നോൺ ഇൻഡിവിജ്വൽ കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് LLP എക്സെട്ര. ഇഫ് യു ആർ ഹോൾഡ് ആൻഡ് NRI അക്കൗണ്ട്, അതായത് നമ്മുടെ ഒരു NRI അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ സെറ്റപ്പ് പോരാ. You will have to print out and fill up the segment addition form and send it to your head office along with your income proof. അതായത് ഇപ്പോൾ നമ്മളൊരു NRI അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണല്ലേ അതിനകത്ത് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഡിജിറ്റലി നമുക്ക് കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അത് ഹെഡ് ഓഫീസിന് വേണ്ടി നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് നേരെ നമ്മുടെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബൈ ഫിസിക്കലി നമ്മൾ കൊറിയറായിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മളിപ്പം ഇവിടെ നോക്കണ്ട, ഞാൻ പറഞ്ഞതാണ്. ഇത് NRI ആൾക്കാർ ഒരിക്കലും ഇത് കണ്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും മതി. അതുപോലെ നമ്മുടെ പ്രൂഫിനകത്ത് മെയിനായിട്ട് ലോഗോയും സീലും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കണം. അതുപോലെ 5 MB താഴ്ന്ന ഒരു PDF ഫയൽ ആയിരിക്കണം. അപ്പം ഇതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ അപ്സ്റ്റോക്സിൽ ഇത് പോയിട്ട് എവിടെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇത് ലാപ്ടോപ്പിൽ തന്നെ അങ്ങ് കാണിച്ചു തരാം. കാര്യം നിങ്ങൾക്കിത് ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം എല്ലാവരും അപ്സ്റ്റോക്സ് ആയാലും Zerodha ആയാലും യൂസ് ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പം ലേഔട്ടിൽ ചെറിയ ചേഞ്ച് ആണ്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന സാധനം ഫോണിലാണെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അതൊക്കെ ഉള്ളൂ വ്യത്യാസം, അല്ല വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ അപ്സ്റ്റോക്സിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്യൂച്ചേഴ്സ് പറഞ്ഞ് അത് അതേ കണക്ക് കിടക്കാൻ അന്വേഷിച്ച് ഞാൻ എടുത്തില്ല. ഞാൻ 2 ദിവസം സ്ഥലത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ താണ്ടെ നമ്മൾ നേരെ ആദ്യം പോകേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ താണ്ടെ ഈ ഒരു പ്രൊഫൈൽ ബട്ടൺ ഇല്ലേ, ഇതിപ്പോൾ ഫോണിലാണെങ്കിൽ നിങ്ങളുടെ വേറെയാണ്, നിങ്ങൾക്കറിയാം ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് താണ്ടെ ആക്ടിവേറ്റ് F&O എന്ന് കിടക്കുന്നുണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതാണ്ടെ ഇവിടെ ഇപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ ഇക്വിറ്റീസ് ഡെറിവേറ്റീവ്സ് ഞാൻ ഇത് രണ്ടും ആക്റ്റീവ് ആക്കി വെച്ചേക്കുന്ന ഒരാളാണ്. ഓക്കെ, എൻ്റെത് ഇത് കറൻ്റ്ലി ആക്റ്റീവാണ്. നിങ്ങളത് ഈ ഇക്വിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ, ഡെറിവേറ്റീവ്സ് ഇവിടെ കാണില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതെടുക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ താണ്ടേ ഈ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. ആക്റ്റീവ് ആക്കാൻ ഈ റെഡ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് മാർക്ക് ചെയ്തേക്കുന്ന കമ്മോഡിറ്റീസ് നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ്ട് ഇക്വിറ്റീസ്, എൻ്റെതിൽ ആക്റ്റീവ് സെഗ്മെൻറ്റിൽ ഇക്വിറ്റീസും ഉണ്ടായിരുന്നു, ഡെറിവേറ്റീവ്സും ഉണ്ടായിരുന്നു. നിങ്ങളുടേതിൽ ഈ ഡെറിവേറ്റീവ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ നേരെ ഈ ആക്ടിവേറ്റ് സെഗ്മെൻറ്റിൽ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോകുന്ന അടുത്ത പേജ്, ഇത് അപ്സ്റ്റോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത പേജ് ഇതാണ്ട് ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അതിനകത്ത് വേറൊന്നുമില്ല, നമ്മുടെ ഇൻകം പ്രൂഫ് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേ, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിനകത്ത് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ആരോ കണ്ടോ, ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒന്ന് സാലറി സ്ലിപ്പ്, ഒന്ന് ITR. അതിനകത്ത് 3-ൽ ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുന്നുണ്ട്, അതിൽ വരേണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 6 മാസത്തെ ലാസ്റ്റ് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. മിനിമം ക്ലോസിംഗ് ബാലൻസ് ഒരു 10,000 എങ്കിലും വേണം. ഇനി ബ്ലേഡ് ആയിട്ടുള്ളതായിരിക്കരുത്. ബാങ്കിൻ്റെ ലോഗോയും സ്റ്റാമ്പും കാര്യങ്ങളെല്ലാം ആ ഒരു ഡോക്യുമെൻറ്റിൽ ഇതായിരിക്കണം. IFSCയും എല്ലാം വിസിബിൾ ആയിരിക്കണം. അതായത് അത് സ്റ്റേറ്റ്മെൻറ്റിലെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ ടാപ്പ് അപ്ലോഡ് കൊടുക്കുക. അതാണ് ഇവിടെ കണ്ടോ PDF ഓർ JPG. പക്ഷേ നമുക്ക് PDF ആണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ലെസ് ദാൻ 5 MB, 5 MB താഴ്ന്ന സൈസ് ആയിരിക്കണമെന്ന് മാത്രം. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഓൾറെഡി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം മാത്രം നമ്മളത് ചെയ്തിടുക. എന്നിട്ട് ടാപ്പ് ടു അപ്ലോഡ്, നമ്മൾ ഈ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ എടുത്ത് കൊടുക്കുക, നേരെ കണ്ടിന്യൂ കൊടുക്കുക. 48 മണിക്കൂറിനിടയിൽ നിങ്ങളുടെ F&O വേറെ വിഷയങ്ങളൊന്നുമില്ല ആക്ടിവേറ്റ് ആകുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇത്രയേ ഉള്ളൂ അപ്സ്റ്റോക്സിൽ.
അപ്സ്റ്റോക്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇനി സെറോദയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ആദ്യം ചെയ്താൽ മാത്രമേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റൂ. ഇനി സെറോദ നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് അത് ഞാൻ ലാപ്ടോപ്പിലാണ്, നിങ്ങൾക്ക് ഫോണിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ സെറോദയിലാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇതാണ്ട് ഇതിപ്പോൾ സെറോദയുടെ ഇൻ്റർഫേസ് ആണ്, നിങ്ങൾക്കിപ്പോൾ കാണാം. അതിനകത്ത് നിങ്ങൾ പോകേണ്ടുള്ള വേറെ എവിടെയും അല്ല, ജസ്റ്റ് നിങ്ങൾ ഇതാണ്ട് ഈ അക്കൗണ്ട് കാണുന്നുണ്ടോ, ഈ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് കൺസോൾ കണ്ടോ, ഈ കൺസോളിൽ ക്ലിക്ക് ചെയ്യുക. ഈ കൺസോളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാണ്ട് ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ഈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ സെഗ്മെൻറ്റ്സ് എന്ന് കിടക്കുന്നുണ്ടോ, സെഗ്മെൻറ്റ്സ്, ഈ സെഗ്മെൻറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഇക്വിറ്റിയും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എല്ലാം ആക്ടിവേറ്റഡ് ആണ്, ഞാൻ ആക്ടിവേറ്റ് ആക്കി ഇട്ടേക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർഫേസിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ട് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്, കണ്ടോ. ഇത് മാത്രമേ എനേബിൾ ആയിരിക്കത്തുള്ളൂ, ഇത് ഓപ്പൺ ആയിരിക്കത്തില്ല, ഇത് എനേബിൾ ആയിരിക്കില്ല. അതായത് NSE ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അത് നമ്മൾ എനേബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് രണ്ട് നമ്മൾ എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോകുന്ന അടുത്ത പേജ് എന്ന് പറയുന്നത് ഇതാണ്ട് ഇതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹോൾഡിങ്സ് തന്നെ ഇൻകം പ്രൂഫായിട്ട് കാണിക്കാം. അപ്പം അത്തരത്തിലുള്ള വലിയ പൈസ പണക്കാരൊന്നും നമ്മളെ കൂട്ടത്തിൽ ഇല്ലെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ടിക്ക് കണ്ടോ, ഈ ടിക്ക് നമ്മളങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഈ ടിക്ക് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഏത് ഫയലാണോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ നമ്മൾ കൊടുക്കുക, അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫയൽ ഇപ്പം ബാങ്കിൽ നിന്നൊക്കെ വരുന്ന നെറ്റ് ബാങ്കിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ ചിലപ്പോൾ ഒരു ഫയലിന് എന്തെങ്കിലും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ആ പാസ്വേഡ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതാണ്ട് നിങ്ങൾക്ക് ഇവിടെ യുവർ സെഗ്മെൻറ്റ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ്. അപ്പോൾ ഇതിൽ വേറെ അത് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 48 മണിക്കൂറിനിടയിൽ നിങ്ങളുടെ സെഗ്മെൻറ്റ് ആക്ടിവേറ്റ് ആക്കി കിട്ടുന്നതാണ് സെറോദയിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ ലിങ്കിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൊടുക്കുക. അപ്പം മസ്റ്റായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സെറോദയുടെ ആയാലും അപ്സ്റ്റോക്സിൻ്റെ ആയാലും. അതുവഴി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ആൾക്കാരാണ്, ഇക്വിറ്റിയൊക്കെ ഓൾറെഡി നമ്മളോട് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് സംശയമെങ്കിൽ അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എന്നാൽ മസ്റ്റായിട്ട് വേണ്ടുന്നൊരു വീഡിയോ ആയിരുന്നു, ഞാൻ മറന്നുപോയി, അതിന് എല്ലാവരുടെ സോറി പറയുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക, അതും എല്ലാവരും ചെയ്യുക. ഇത്രയുള്ള വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. താങ്ക് യു ഓൾ ഓഫ് യു.